അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിനെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ തടസ്സ ഹർജി. വിജിലൻസ് റിപ്പോർട്ട് തൃപ്തികരമല്ല എന്നാണ് ഹർജിക്കാരൻ പറയുന്നത്. വിശദമായ വാദം കേൾക്കാൻ ഹർജി ഈ മാസം 18-ന് വീണ്ടും പരിഗണിക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ. ഷഫീദ്. റീജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ADGP MR അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ പോയത്. ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ വിജിലൻസ് റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാരനായിട്ടുള്ള അഭിഭാഷകൻ നെയ്യാറ്റിങ്കര നാഗരാജു ഇപ്പോൾ തടസ്സ ഹർജി കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. ADGPക്കെതിരെ അന്വേഷണം നടത്തിയത് കീഴുദ്യോഗസ്ഥരാണെന്നും സ്വത്ത് സമ്പാദനം സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്നും തടസ്സ ഹർജിയിൽ പറയുന്നുണ്ട്. ആദായ നികുതി റിട്ടേണുകൾ പരിശോധിച്ചിട്ടില്ല. ആരോപണ വിധേയനായ P ശശിക്കെതിരെയും അന്വേഷണം നടന്നിട്ടില്ലെന്നും ഹർജിക്കാരൻ തടസ്സ ഹർജിയിൽ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കാൻ ഹർജി ഈ മാസം 18-ന് വീണ്ടും തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിഗണിക്കും. റീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിനെതിരെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ തടസ്സ ഹർജിയുമായി ഹർജിക്കാരൻ എത്തിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല. കീഴുദ്യോഗസ്ഥരാണ്, MR അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥരാണ് ഇതിൽ അന്വേഷണം നടത്തിയത്. വിശദമായ പരിശോധന ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹർജി. ഇത് 18-ന് കോടതി പരിഗണിക്കും. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.